പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ UDFന്റെ അതിഗംഭീരമായ കൺവെൻഷൻ ഒന്ന് കണ്ടുപോകല്ലേ നമുക്ക്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ 5 വർഷക്കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രഖ്യാപനങ്ങളും പ്രവചനങ്ങളും ഒക്കെ കേരളത്തിന്റെ മുന്നിൽ സാക്ഷാത്കരിക്കപ്പെട്ടതായി നമ്മൾ സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെ 100-ലധികം സീറ്റുകളുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ വാക്കുകൾ ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് മെയ് 4 വരുന്ന റിസൾട്ടിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും തന്നെ ഒരു സംശയവുമില്ല. അങ്ങനെ കേരളം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകുമ്പോ ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കൈവെക്കുന്ന ഒരു MLA ഉണ്ടാവേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ആ മുഖത്ത് വെച്ചുകൊണ്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പട്ടാമ്പി എന്നല്ല, കേരളക്കരയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നെ അതിന്റെ പുറകെയാണ്. ആ തീരുമാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഐക്യമുന്നണിക്ക് അനുകൂലമായ സ്വഭാവമാണ്. ഐക്യമുന്നണിയുടെ പ്രകൃതമാണ് ഈ നിയോജക മണ്ഡലത്തിനുള്ളത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും നമ്മൾ അത് കണ്ടതാണ്. ഈ തവണ 7 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനിലും ഈ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വരുന്ന 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രകൃതം എന്താണ് എന്ന് അത് വിളിച്ചു പറയുന്നുണ്ട്. ആ റിസൾട്ട് വിളിച്ചു പറയുന്നുണ്ട്. നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് വിരുദ്ധമായ ഒരു സമീപനം ഒരിക്കലും ഉണ്ടാവരുത്. ആ നിലയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് പോകേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം പട്ടാമ്പിക്കുണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടി ഈ നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 10 വർഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ആ 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പട്ടാമ്പി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ാണ് മത്സരിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂലങ്കഷമായ കേന്ദ്ര കമ്മിറ്റിയിലും പൊളിറ്റ് ബ്യൂറോയിലും നടക്കുകയുണ്ടായി. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MN ഗോവിന്ദൻ നായർ കേരളത്തിലെ എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും കത്തയച്ചു. ലോകത്തിലെ ഏതെല്ലാം പ്രതികൂല ഘടകങ്ങളുണ്ടായാലും എതിരാളികൾ എത്ര കോടി പണം ചെലവഴിച്ചാലും EMSനെ ജയിപ്പിച്ചുകൊണ്ട് അത്രയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് കരച്ചിൽ വന്നു. സാധാരണ മുസ്ലിം സമുദായത്തിൽ ഹജ്ജാജിമാർക്ക് സേവനം ചെയ്താലും അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്താലും അവരുടെ പാത്രങ്ങൾ കഴുകിയാലും ഒക്കെ അതൊരു പുണ്യപ്രവൃത്തിയാണ് ആയിട്ടാണ് കരുതുന്നത്. അങ്ങനെയുള്ള 24 മണിക്കൂറും ആരാധനയിലും ഭക്തിയിലും ഈ നാട്ടിൽ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് സമയത്താണ് വേണ്ടി ഞാൻ നമ്മുടെ നാട്ടുകാരനല്ല, മറ്റേ CP നാട്ടുകാരനല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന അദ്ദേഹം നിന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. പല പ്രതിബന്ധങ്ങളും പല പ്രയാസങ്ങളും. സ്ഥാനാർത്ഥിയായി UDF തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഷാജിയോട് മത്സരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതെല്ലാം അവിടെ അവസാനിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഏപ്രിൽ 9 പട്ടാമ്പി നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും.
അടിവരയിട്ട് പറയുകയാണ്, ജനമനസ്സുകളിൽ UDF വരണമെന്ന്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDF പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ ചാവേറുകളായി രാവും പകലുമില്ലാതെ അധ്വാനിക്കും. തെരഞ്ഞെടുപ്പായാൽ 2 മണിക്ക് വന്നാലും മേലെ പട്ടാമ്പിയിൽ നമ്മുടെ പ്രവർത്തകരെ കാണും. നമ്മുടെ ഈ മണ്ഡലത്തിൽ എവിടെ പോയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടികുത്തി വാണിരുന്ന് CP-യുടെ നാട്ടിൽ അർദ്ധരാത്രി പോയാൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള UDF-ന്റെ പ്രവർത്തകരെ കാണും തെരഞ്ഞെടുപ്പ് സമയത്ത്. മുതുതല ഒരു കാലത്ത് CPM-ന്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന ശ്രീ KR നാരായണനുമായിട്ടൊക്കെ പ്രചരണത്തിൽ പോയവരുടെ അനുഭവം ഇവിടെയുണ്ട്. കല്ലേറും ചീമുട്ടയേറും ഒക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ആ മുതുതല. അവിടെ പോയാലും ആ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും പ്രവർത്തകർ രാത്രിയും പകലാക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഇത്രയേറെ പാർട്ടിയോടും മുന്നണിയോടും എക്കാലത്തും കൂറ് പുറത്തിയിട്ടുള്ള നല്ല പ്രവർത്തകരുള്ള ഒരു നിയോജക മണ്ഡലമാണ് നമ്മുടെ പട്ടാമ്പി നിയോജക മണ്ഡലം. ഇതിനെ വെല്ലുവിളിക്കാൻ ഒരുപക്ഷെ തൊട്ടടുത്തുള്ള തൃത്താലയ്ക്ക് കഴിയും. സംഘടിതമായി UDF-ന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന എല്ലാ കാലത്തും UDF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുള്ള നാടാണ് നമ്മുടെ നാട്. ഏതായിരുന്നു ഈ നാട്? ശ്രീ CP മുഹമ്മദ് ഇവിടെ സൂചിപ്പിച്ചു. EMS നമ്പൂതിരിപ്പാടിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും നെഞ്ചിലേറ്റിയ ഒരു മണ്ഡലമായിരുന്നു ഈ പട്ടാമ്പി. ആ പട്ടാമ്പിയുടെ പൂർവ്വ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായിരുന്നു. ആ ചരിത്രമെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ വെന്നിക്കോടി പാറിച്ച് ശ്രീ MP ഗംഗാറിലൂടെ തുടങ്ങി ശ്രീ CP മുഹമ്മദ് ചരിത്ര നിയോഗം പോലെ 15 വർഷക്കാലം UDF-ന്റെ MLA ആയി. അതൊരു വലിയ ചരിത്രം തന്നെയാണ്. UDF-ന്റെ MLA ആയി എന്നുള്ളൊരു പേരിലല്ല, പട്ടാമ്പിയുടെ ഈ നഗരത്തിന്റെ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും ഓടി നടന്നുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, കുടിവെള്ളമുണ്ട്. പാർട്ടിക്ക് പ്രവർത്തകരില്ലാത്തതുകൊണ്ടാണോ? DYFIക്ക് നേതാക്കന്മാരില്ലാത്തതുകൊണ്ടോ? SFI നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? സംസ്ഥാന നേതാക്കന്മാര് വരെയുള്ള ജില്ലയാണ് പല പോഷക സംഘടനകളുടെയും. CPM-ല് ഇന്നും ശക്തരായ നേതാക്കളുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് CPM-ഉമായിട്ട് പുലബന്ധമില്ലാത്ത, മെമ്പർഷിപ്പ് പോയിട്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ കാതോർത്ത് നിൽക്കാൻ, കാഴ്ചക്കാരനായി നിൽക്കാൻ കഴിയാത്ത, ആ സാഹചര്യത്തിൽ ഒന്നുമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുക. എന്താണ് ഉദ്ദേശം? പാലക്കാട് പോലുള്ള ഒരു മതേതര മണ്ണിൽ അവിടെ വർഗീയ ശക്തികൾക്ക് ആധിപത്യം ഉണ്ടാക്കാനുള്ള ഒരു രഹസ്യ ഗൂഢാലോചന പരസ്യമായിരിക്കുകയാണ് ഇപ്പോ. ഡീലെന്ന് വെച്ചാൽ ഇതാണ് ഡീല്. കോന്നിയിലും റാന്നിയിലും പാലക്കാടും കേരളത്തിലെ 1 ഡസൻ മണ്ഡലങ്ങളിൽ BJP തീരുമാനിച്ചിരിക്കുക, ഈ പ്രാവശ്യം കോൺഗ്രസിനെ അധികാരത്തിൽ മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് എന്നേക്കുമായി പോകും. അങ്ങനെ CPM അധികാരത്തിൽ വന്ന അടുത്ത തവണത്തോടുകൂടി ഈ വർഗീയ ശക്തികൾക്ക് ആധിപത്യം ഉണ്ടാക്കാം. പല സ്റ്റേറ്റിലും ഉണ്ടായതാ. ബീഹാറിൽ നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിതീഷ് കുമാറിന് അധികാരത്തിൽ കയറി 1 കൊല്ലം സമയം കൊടുത്തു. അത് കഴിഞ്ഞ് ആ നിതീഷ് കുമാറിനെ മാറ്റി. ഒറീസയിൽ ഇവരുടെ തന്നെ ബിജു പട്നായിക്കിന്റെ മകൻ, ആ ബിജുവിന്റെ മകനും ആ പാർട്ടിയും ഒന്നുമല്ലാതായി BJP-യോടൊപ്പം കൂടി. ഓരോ സഖ്യകക്ഷികളെ ഉണ്ടാക്കി അവിടെ കോൺഗ്രസിനെതിരായി ശക്തമായി മുന്നോട്ട് വന്ന് ആ സഖ്യകക്ഷികളെ വിഴുങ്ങുന്ന കാഴ്ചയാണ് പല സ്റ്റേറ്റിലുമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിൽ മാത്രമാണ് അതിന് വിരുദ്ധമായി അവിടെ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞാലും ജനാധിപത്യ മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ കരുത്തിൽ അവിടെ BJP-ക്ക് വരാൻ കഴിയാത്ത, ഇപ്പോഴും അവിടെ ശക്തമായ പോരാട്ടം. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിൽ തന്നെ ശരിക്കും പറഞ്ഞ തീപ്പാറുന്ന പോരാട്ടം വർഗീയ ശക്തികളുമായി നടത്തുന്നത് മമതാ ബാനർജിയുടെ കോൺഗ്രസും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും കൂടി ചേർന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ കോൺഗ്രസിനെ ഭരണത്തിൽ വരുത്താതിരുന്നാൽ അടുത്ത ഊഴം BJP-ക്കായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും അവർ കണക്ക് കൂട്ടുക. കേരളത്തിൽ കോൺഗ്രസ് വരാതിരിക്കാൻ, UDF വരാതിരിക്കാൻ ഇതുപോലെ വർഗീയ, മാത്രമല്ല ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട CP MLA ആകുന്ന സമയത്ത് ഞാൻ തിരുവേപ്പുറയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓരോ വികസന കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം MLA-ക്കാണ്. വിവിധ സർക്കാർ വകുപ്പുകളെയൊക്കെ ശരിയായ രീതിയിൽ സംയോജിപ്പിക്കുവാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഒക്കെ ശ്രമിക്കേണ്ടത് MLA ആണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ
ഒരു പൈപ്പ് ലൈൻ പൊട്ടിയത് റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനുശേഷം ടാർ ചെയ്യേണ്ടി വരുന്നത്. സാധാരണ നടക്കുന്നത് PWD ടാർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം അതേ റോഡ് ഒരു സങ്കോചമോ മനസാക്ഷിക്കുത്തോ ഇല്ലാതെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൊളിച്ചെടുക്കും. അങ്ങനെ പൊളിച്ചെടുത്ത് അവർ പോയതിനു ശേഷമായിരിക്കും ഒരു പോസ്റ്റ് മാറ്റിയിടാൻ വേണ്ടി KICBക്കാർ വരുന്നത്. അപ്പൊ ഈ 2-3 ഡിപ്പാർട്ട്മെന്റുകളെയും ശരിയാ സമയത്ത് സംസാരിച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ചുമതല കൂടി നിർവഹിക്കുവാണെങ്കിൽ അതിനനുസരിച്ച കാഴ്ചപ്പാടുണ്ടാകണം. ഒരു ചെറിയ കാഴ്ചപ്പാടെങ്കിലും ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവേഗപ്പുറയിലൊക്കെയുള്ള ആളുകൾ ലോക്ക്ഡൌണിലായിരുന്നു. കാര്യം അവർക്ക് തൊട്ടടുത്ത വളാഞ്ചേരിയിലേക്ക് പോകാൻ കഴിയില്ല. കാര്യം പാലം അടച്ചിരുന്നു. അതിന്റെ 1 വർഷം മുമ്പ് 98 ലക്ഷം രൂപ ചെലവഴിച്ച് റിപ്പയർ ചെയ്തിരുന്നു ആ പാലം. ആ പാലമാണ് പിന്നെ 1 വർഷം കഴിയുമ്പോഴേക്ക് വീണ്ടും റിപ്പയർ ചെയ്യാൻ വേണ്ടി അടച്ചിട്ടത്. അതേ സമയത്ത് തന്നെയാണ് ബ്രിഡ്ജ് വകുപ്പ് അത് അടച്ചിട്ടപ്പോഴാണ് കൈപ്പുറം വിളയൂർ റോഡിലെ ഒരു കലുങ്ക് പൊളിച്ച് പുതിയ ഒരു കലുങ്കുണ്ടാക്കാൻ വേണ്ടി 1 മാസം അവിടെയും അടച്ചിട്ടത് PWD ഡിപ്പാർട്ട്മെന്റ്. ആ പ്രദേശത്തെ ആളുകൾ എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് NHലേക്ക് പോകേണ്ട ധാരാളം ആളുകളൊക്കെ പ്രയാസപ്പെടുകയുണ്ടായി. ഞാനത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, പക്ഷേ ദൈനംദിനം യാത്രയ്ക്ക് വേണ്ടി ആ റോഡ് ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യനും ചരക്ക് നീക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങളുടെ പിറകിൽ ഇങ്ങനെ കുറെ നാൾ നടന്നിട്ടുണ്ട് ഗോവിന്ദന്മാർ. ലീഗിനെ കുറിച്ച് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മറുകണ്ഠം ചാടുമോ എന്ന് നോക്കി നോക്കി പറഞ്ഞവർ, അവർക്ക് പിന്നീട് ഞങ്ങൾ മോശക്കാരായിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിലെ UDF, ആ UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ വിയർപ്പിൽ, രക്തത്തിൽ, അധ്വാനത്തിൽ ബാഫകിത്തങ്ങളുണ്ട്, അതിൽ പൂക്കായുധങ്ങളുണ്ട്, അതിൽ K കരുണാകരനുണ്ട്, അതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. ഓരോ കാലഘട്ടത്തിലും UDFന് നേതൃത്വം നൽകിയവരെ ബഹുമാനിച്ചവർ, UDFന് വേണ്ടി പ്രവർത്തിച്ചവരുടെ കൂടെ നിന്നവർ. ഞാനിപ്പോഴും അധികം പറയുന്ന പേരുകളിൽ ഒന്ന് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. ശാബ്ദങ്ങളുടെ പേര് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഭരണാധികാരിയുടെ പേര് ഞാൻ പറയുമ്പോ CHനെ പോലെ ചിലപ്പോഴൊക്കെ CHനേക്കാൾ ഞാൻ പറയുന്ന ഒരു പേര് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. അതിന് കാരണം ഉമ്മൻചാണ്ടി കേരളത്തിലെ മനുഷ്യനെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഉമ്മൻചാണ്ടി എന്ന ഒരു പിഞ്ചുബാലിക വിളിച്ചപ്പോ സങ്കോചമില്ലാതെ തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്റെ സഹപാഠിക്ക്, എന്റെ കൂട്ടുകാരിക്ക് ഒരു വീട് വേണമെന്ന് ഉമ്മൻചാണ്ടിയോട് പറയുന്നുണ്ട്. ആ ഉമ്മൻചാണ്ടി ആ കുഞ്ഞിനോട് ഈർഷ്യ കാണിച്ചില്ല, ആ കുഞ്ഞിനോട് പരിതപിച്ചില്ല, ആ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടില്ല, ആ കുഞ്ഞിനെ കേൾക്കാതെ നടന്നുപോയില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ CMA ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ പോയി ചോദിക്കും, മൈക്കയിൽ ഉറക്കെ പറയാൻ എനിക്ക് മോശമാണോ, വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നിന്നും മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ഉമ്മൻചാണ്ടിയിൽ നിന്നും ആ 10 വർഷത്തിന്റെ ഭരണത്തിന്റെ നീളം മാത്രമല്ല, കാലയളവിന്റെ മാറ്റം മാത്രമല്ല, ആ 10 വർഷത്തിൽ നിന്നും ഇപ്പുറത്തെ 10 വർഷത്തിലേക്ക് എത്തുമ്പോ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ കൂടി കമ്പാരിസനാണ് ഇന്നലെയുടെ മുഖ്യമന്ത്രിയും ഇന്നിന്റെ മുഖ്യമന്ത്രിയും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അനുവർത്തിച്ചത് UDFന്റെ നിലപാടാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് UDFന്റെ പോളിസിയാണ്. ശ്രീ K കരുണാകരൻ പറഞ്ഞത് UDFന്റെ പോളിസിയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ചെയ്യുന്നത് UDFന്റെ പോളിസിയാണ്. ആ ഗവൺമെന്റുകളിലൊക്കെ തൊട്ടടുത്ത് ഞങ്ങളുണ്ട്, ലീഗുണ്ട്. ഷാജിയോടും പറയുന്നത് UDFന്റെ സാരഥി ആരാണോ ഞങ്ങളുണ്ട് കൂടെ എന്നാണ്. കഴിഞ്ഞ തവണ മുക്കോളി വന്നപ്പോഴും ചിലയിടങ്ങളിൽ അസ്വാരസ്യമുണ്ടായപ്പോ ഞാനൊരു മുദ്രാവാക്യം വിളിച്ചു. UDFന്റെ എല്ലാ പ്രാധാന്യവും, UDF വിജയിക്കേണ്ടതിൻ്റെ അനിവാര്യതയുമൊക്കെ ഇവിടെ നേതാക്കളൊക്കെ പ്രസംഗിച്ചു. ഒരു പ്രസംഗത്തെക്കാൾ കൂടുതലായി ജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. തൻ്റെ രാഷ്ട്രീയം മറന്നുകൊണ്ട്, കഴിഞ്ഞകാല തൻ്റെ രാഷ്ട്രീയ ചരിത്രം മറന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിനൊരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയം.
അത്രമാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കിരാത ഭരണം ഈ നാട്ടിലെ സർവ്വജനങ്ങളെ കൊണ്ടും അങ്ങനെ ചിന്തിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ചരിത്രത്തിൽ ഇന്നേ ഒരു 65 വർഷത്തെ ചരിത്രം പറയാനുള്ള മുതല നമ്മൾ നേടിയതെങ്കിൽ, 45 വർഷത്തെ ചരിത്രം പറയുന്ന വിളയൂർ നമ്മൾ നേടിയതെങ്കിൽ, അത് ജനങ്ങളെ കൊണ്ട് ഈ ഗവൺമെന്റ് ചിന്തിപ്പിച്ചതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ കടന്നു വരുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങൾ ഇപ്പം എനിക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നവരിൽ പോലും അന്ന് ആ ഭാഗത്ത് പ്രവർത്തിച്ചവരുണ്ട്. ഇതാ ഈ ഒന്നാമത്തെ നിരയിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ്, വല്ലപ്പുഴയിലെ ഫിറോസ് ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് ഒരുപാട് അത്തരത്തിലുള്ള ആളുകൾ പരിചയമുണ്ട്. അവരൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്, അവരൊക്കെ ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് UDF ആണ് ശരി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നത് ഈ ഭരണം അത്രമാത്രം ഈ നാട്ടിന് പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ വളർച്ചയ്ക്ക് മാത്രമല്ല ഈ സംസ്ഥാന ഗവൺമെന്റ് വിഘാതം സൃഷ്ടിക്കും. Youths to start the new businesses and 25 lakhs health insurance to everybody in the name of Oman Chandi. These kind of guarantees has given. Please, you have to publish all these things to each and every person of these constituency peoples. So after this meeting, I am here till the end of the election. So my duty is to take it to everybody into confidence. Yesterday I went to Sri Muhammad's house. I spoken to him. He also gave so many suggestions. Today morning I called Riaz also. I requested him to come to this convention also. There is no difference between our leaders. We are all together. We have to work together. 100% sure. Definitely the UDF candidate TP Shaj is going to win. He has become a MLA, no doubt at all. After this meeting, I called both the block president Radhakrishnan and Ramadas, along with all mandal president, municipality president. Tomorrow onwards, I will go to each and every mandalam. I will meet the ward presidents and the BLA too. I will see that how to campaign. I am request our all leaders come with us, or otherwise a candidate whenever he coming to your place. Please, everybody should gather there. Give him a respect. Give him a support. Let him see that definitely is going to become a MLA with your support. Thank you one and all. Jai Hind, Jai Congress. സുഹൃത്തുക്കളെ, ത്തിന് ശേഷമാണ് നമ്മളൊക്കെ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ നമ്മൾ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ യോഗങ്ങൾ നടത്തി. അതിന് ശേഷമാണ് നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലെ ജനപങ്കാളിത്തവും യോഗത്തിലെ എല്ലാ നേതാക്കളുടെ സാന്നിധ്യവും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറെ ആശ്വാസം പകരുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാ പഞ്ചായത്തുകളിലേക്കും കടന്നു ചെന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ RSSന്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ജനങ്ങളൊക്കെ പ്രതികരിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും 100 കണക്കിന് ആളുകളാണ് ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ പര്യടനത്തിന് കൂടെ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചുട്ടുപൊള്ളുന്ന വെയിലിലാണ് UDFന്റെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞ 1 മാസത്തിലേറെയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചിട്ട് ബഹുദൂരം മുന്നിൽ പോയി എന്ന് നമ്മുടെ പ്രവർത്തകരൊക്കെ പറയുമ്പോഴും കേവലം 4 ദിവസം കൊണ്ട് അതിനേക്കാൾ മുന്നിലെത്താൻ നമുക്ക് സാധിച്ചത് നിശ്ചയദാർഢ്യത്തോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന UDFന്റെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ പല പഞ്ചായത്തുകളിലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തിരുവേപ്പുറ പഞ്ചായത്തൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന് മുമ്പ് തന്നെ
ബൂത്ത് കമ്മിറ്റികളടക്കം പൂർത്തീകരിച്ചിട്ടാണ് ഒരു മണ്ഡലം കൺവെൻഷനിലേക്ക് അപ്പൊ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ കമന്റ് ചെയ്യുക. രീതിയിലുള്ള ഒരു ഓക്കെ, പ്രവർത്തനം ഈ നിയോജക UDF കൺവെൻഷന്റെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കണു. ലൈക്കും ഷെയർ കമന്റ് അടിച്ചോളി. അല്ലാത്ത